ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്കിത് പാക്കുറിച്ചിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ? അതെ, പാക്കുറിച്ചിൽ. ഇപ്പൊ ഓരോ സ്ഥലത്തെ പേരൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു പ്രാവശ്യത്തെ വീഡിയോയിൽ നിന്ന് ഇതിന് ആനച്ചവിട്ടി, സീഡി മീൻ, അങ്ങനെ പല പേരുകളുണ്ട് നമ്മുടെ ഈ മീൻ. അപ്പൊ നമുക്കിനി ഇതും പൊള്ളിക്കാം. നമുക്ക് തക്കാളി ചാറും കോവക്ക തോരനും. കോവക്ക പറിച്ചെടുക്കാൻ കിടക്കുന്നതേ ഉള്ളു, പറിച്ചിട്ടില്ലല്ലേ? അപ്പൊ അത് പറിച്ചിട്ട് കാണിക്കാം. അപ്പൊ നമുക്ക് ഇനി മീൻ വെട്ടിക്കോട്ട് വരാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യ അങ്ങോട്ട് മീൻ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കും അത് പൊളിച്ചെടുക്കാം. സാധാരണ പൊളിച്ചല്ല ഇനി ചെയ്യുന്നത്. ഞാനിങ്ങനെ മറ്റേ പാത്രം കാണാൻ മറ്റേ സംഭവം അത് മേടിച്ച് വെച്ച് ഉരക്കി പോയിരുന്നു. ഒന്ന് പൊളിക്കുകയാണല്ലേ? എല്ലാരും പോയി പൊളിച്ചു നോക്കും. അങ്ങനെ ശരണ്യ കണ്ട പൊളിച്ചെടുക്കണ കണ്ട, അടിപൊളിയായിട്ടാണ് പൊളിച്ചെടുക്കണ അല്ലേ? ഒന്ന് പൊളിച്ചെടുത്ത കൂട്ടുകാരെ ഒന്ന് കാണിച്ചേ. കണ്ട കൂട്ടുകാരെ, അടിപൊളിയായിട്ട് പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മ വന്ന് ഇതാണ് നമ്മുടെ കൂട്ടുകാർ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോൾ പറഞ്ഞ് പൊളിച്ചെടുത്ത അടിപൊളിയാണെന്ന് പറഞ്ഞല്ലേ? അപ്പം അത് കാരണം ശരണ്യ അങ്ങനെ ഒന്ന് ശ്രമിക്കുക. നമ്മുടെ കൂട്ടുകാർ പറയുന്നത് നോക്കട്ടെ. അപ്പൊ കണ്ട പൊളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ എല്ലാം പൊളിച്ചിട്ടൊക്കെ കാണിക്കാം. എടുക്കാൻ പോയി നേരത്ത് തക്കാളി ചാറ്. ശരണ്യ, ഇന്നലെ നമ്മള് പരിപാടിക്ക് പോയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജന കേൾക്കാൻ അല്ലേ? ഭജൻസ് കേൾക്കാൻ പോയി. അപ്പം അങ്ങനെ എന്ത് ജനായിരുന്നല്ലേ? അയ്യോ, ഭയങ്കര ആളായിരുന്നു. അതെ, ശരണ്യയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവരുടെ പ്രോഗ്രാം എവിടെയുണ്ടെങ്കിലും പോയി കാണണമെന്നത്. കണ്ട ശരണ്യ വെട്ട് കണ്ട അല്ലേ? അടിപൊളിയായിട്ടാണ് വെട്ടിയെടുക്കണം അല്ലേ ശരണ്യ? അതിന്റെ ഉടുപ്പൂരി എടുക്കണ പോലെയാണ് ശരണ്യ ചെയ്യണത്. കാണിച്ച് പൊളിച്ച് മറുവശം പൊളിച്ച വശം കാണിക്ക്. അതെ, ഞാൻ സഹായിക്കണ ശരണ്യ? വേണ്ട. അതെന്താണ്? പിന്നെ ഈ ദശ പോലും കാണത്തില്ല, ഉള്ള മാത്രമേ കാണത്തുള്ളൂ. എനിക്ക് പഠിക്കണ്ടേ? ആദ്യം എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോഴല്ലേ അങ്ങനെ വന്നത്. പിന്നെ ഞങ്ങൾക്ക് മീനും കാണത്തില്ല, ഒന്നും കാണത്തില്ല. മീനെ മുള്ളു മാത്രം ഞങ്ങൾക്ക് തിന്നാൻ. സത്യം പറയാല്ല, ഞാൻ ഇന്ന് പോയി ഈ മീൻ മേടിക്കാൻ കാരണം എന്താ പറയാവോ? ഇല്ല, ഈ വീട്ടിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീൻ, അതുകൊണ്ടാണ് ഞാനത് മേടിച്ചത്. എനിക്കറിയാം ശരണ്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണെന്ന്. അതെന്താന്ന് കൂട്ടുകാരോട് കൊളസ്ട്രോൾ എന്നാ? ഇതൊക്കെ നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ കിട്ടുന്നതല്ലേ? എന്നാലും വറുത്ത മീൻ കഴിക്കല്ല ഞാൻ. അപ്പൊ അത് തന്നെ. ഇപ്പൊ എങ്ങനെ ചോറ് കഴിക്കുന്നു? കൈ സൂക്ഷിക്കണം കേട്ടാ. വർത്താനം പറഞ്ഞും അതുമായിട്ട് കുത്തി ഒക്കെ വരുമ്പോ കൈ സൂക്ഷിക്കണം. അതെന്നാ ചെരുണ്ടതാ? കണ്ട പൊളിച്ച് വെട്ടി അല്ലേ? കൈ സൂക്ഷിക്കുക ശരണ്യ. പേടി വരും ശരണ്യ. അതേ അമ്മ വന്നിരിക്കും. പച്ചമുളകും കൂടെ ഇടാം. ഓ, ശരണ്യനാണോ കൊണ്ടുവന്ന് കാണിക്കുന്നത്? ശരണ്യോട് ചോദിക്കണ്ട എന്തുമാത്രം വേണം. തക്കാളി ഇന്നലെ കിട്ടി നമുക്ക്. ഇന്നലെ കൊറേ തക്കാളി കിട്ടി, കൊറേ ക്യാരറ്റ് കിട്ടി. നമുക്ക് ക്യാരറ്റ് ജ്യൂസ് അടിച്ചാലാ? എന്നാ ഞാൻ ആ നേരത്ത് കുറച്ച് ക്യാരറ്റ് അതിന്റെ ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കട്ടെ, ചീവിയൊക്കെ വെക്കട്ടെ. ശനി ഇത് വെട്ടി എടുക്കേ. നമ്മുടെ അമ്മ അതേ കണ്ട തക്കാളി അരിഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ? തക്കാളി അങ്ങനെ ഇന്ന് നമുക്ക് തക്കാളി മഞ്ഞക്കറിയും
ഉപ്പാക്കുറിച്ചില്, പാക്കുറിച്ചില് പൊള്ളിച്ചത്, പിന്നെ കോവയ്ക്ക. കോവയ്ക്ക വേണമെങ്കിൽ ഇനി അച്ഛനെ മേളിൽ കയറ്റി പറപ്പിക്കണം. കൂട്ടുകാരെ, നമുക്കിത് അടിപൊളി ക്യാരറ്റ് ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചേക്കാം. വല്ലപ്പോഴൊക്കെ അല്ലേ വില കുറയുമ്പോൾ നമുക്കിതൊക്കെ മേടിച്ച് ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ. 10, 70, 80 രൂപയൊക്കെ വരുമ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റിയല്ല. ഇപ്പം ഇച്ചിരി വില കുറവുണ്ട്. അപ്പം നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചേക്കാം. ശരണ്യ മീൻ വെട്ടി വെച്ച് വരുമ്പോൾ ശരണ്യക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇച്ചിരി ജ്യൂസ് കൂടി കൊടുത്തേക്കാം. എന്നാൽ കൂട്ടുകാരെ, നമുക്കിതൊന്ന് തൊലി ജീവിയൊക്കെ എടുക്കാം. അപ്പം ഞാനൊന്ന് തൊലി ജീവിയൊക്കെ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചേക്കാം. ശരണ്യ, മീനൊക്കെ വെട്ടി തീർന്നാ? ഒന്ന് നമ്മുടെ കൂട്ടുകാരെ ഒന്ന് കാണിച്ചേക്കണ്ടേ? അത് അടിപൊളിയായിട്ട് മീന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തല്ലേ ശരണ്യ? ഞാൻ ആ നേരത്ത് ക്യാരറ്റ് തൊലിയൊക്കെ ചീവി വെച്ചിരിക്കണ കണ്ട ഇത്രയും തൊലിയൊക്കെ ചീവി കളഞ്ഞ് അതിന്റെ ഇനി ഞാൻ അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പൊ ശരണ്യ ഇത് റെഡിയാക്കണ നേരത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം. കൂട്ടുകാരെ, അങ്ങനെ അതെ ശരണ്യ നല്ല അടിപൊളിയായിട്ടാണ് മീൻ വെട്ടി തീർന്നല്ലേ. അച്ഛൻ ജ്യൂസ് അടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ജ്യൂസറുണ്ടല്ലോ, അതിന്മേ തന്നെ അപ്പൊ ഇത്ര മതി അച്ഛാ, അത് വേണമെങ്കിൽ ഇരിപ്പുണ്ട്. ജ്യൂസ് അടിച്ച് കുടിക്കാമോ ഈ ചൂടിന്? ആ കൊടുത്തോ, ഇട്ടോ. ചെറുതിട്ടോട് അതുകൊണ്ട് നിൽക്കണം. ഒന്നേ ഇരിക്കുന്നു. നമ്മുടെ അമ്മയെ എത്തി, അമ്മ എടുത്തു കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തൊക്കെ അമ്മ കൊടുക്കുന്നുണ്ട് അല്ലേ? ആ ഇതിന്റെ ഇതെടുത്ത് തോരൻ എന്താണ് ശരണ്യ? ആ ഈ ഇതിന്റെ ബാലൻസ് അല്ലേ? ഭയങ്കര വൃത്തിയാണല്ലോ. അതെ കുട്ടികാരെ, അങ്ങനെ അതെ നമുക്കിത് ഇത്ര ജ്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇത് മൊത്തം അടിച്ചിട്ട് നമുക്ക് കാണിക്കാം അല്ലേ? അത് കേൾക്കുന്നില്ല സൗണ്ട് കാരണം. അപ്പൊ നമ്മുടെ ശരണ്യാണെങ്കിൽ ആ നേരത്തെ സവോള അരിഞ്ഞണ്ടിരിക്കുന്നു അല്ലേ മീനിനുള്ള. ആണോ? നമ്മുടെ ഇത് ജ്യൂസറൊക്കെ ഓഫാക്കി നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടി. അപ്പൊ അച്ഛാ, ശരണ്യം ഒരു ഐഡിയ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് അടിച്ചോണ്ടിരുന്നോണ്ട് കേട്ടില്ല. ഇതിന്റെ ഇതില്ലേ, അതൊന്ന് ഊരിക്കുക താഴത്തെ. അതിന്റെ അകത്ത് മറ്റേ ഇതുണ്ടല്ലേ വേസ്റ്റ് നമ്മുടെ ഇത്, ആ സാധനം കൊണ്ട് തോരൻ വെക്കാന്ന്. എന്നാന്ന് ശരണ്യ? അലുവ ഉണ്ടാക്കാന്ന്. അപ്പൊ നമുക്ക് വേണേ തോരൻ വെക്കാം അല്ലേ? അപ്പൊ ഇന്ന് കോവക്ക വേണ്ടേ? അതൊക്കെ എടുത്ത് നോക്കണം. ഇത് വേണ്ട, നമ്മൾ ഇതിന്റെ ആ സത്തൊക്കെ എടുത്തതല്ലേ, പിന്നെ അതിന്റെ കാര്യം അച്ചമ്മരത്തേക്കാണ്. അങ്ങനെ നമ്മുടെ ശരണ്യ മീനൊക്കെ അടപ്പ വെക്കാൻ പോകുന്നു. എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു. ഇഞ്ചി, സവോള, പച്ചമുളക്, എല്ലാം, വെളുത്തുള്ളി അല്ല, ഇതിക്ക് മുമ്പ് നമ്മൾ ഇത് ഒരു വീഡിയോ ചെയ്തതായിരുന്നല്ലേ? അതാ മൊത്തം കാണിക്കാഞ്ഞ്. അതെ, കരിയേപ്പില കൂടി ഇടണം അല്ലേ? കരിയപ്പും പുളിയും കൂടി വെച്ചാ മതി. അങ്ങനെ നമ്മുടെ അമ്മ ഇത് ഒഴിച്ച് ഗ്ലാസ്സിലാക്കി കണ്ടിരിക്കുകയാണ് ജ്യൂസ്. ശരണ്യക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ മുന്തിരി ജ്യൂസാണ് ശരണ്യക്ക് ഇഷ്ടം. എന്നാലും ഒന്ന് കുടിച്ചേ, ഒന്ന് കൂട്ടുകാരോട് പറഞ്ഞേ, അഭിപ്രായം പറഞ്ഞേ, കുടിച്ചേച്ചു. നല്ലതാ, എന്നാലും കുടിച്ചോ കേട്ടാ. കൂട്ടുകാരെ, അച്ഛൻ കണ്ട കോവയ്ക്ക പറിക്കാൻ തുടങ്ങി. ആണെങ്കിൽ കയറുന്നത് സ്റ്റൂളൊക്കെ ഇട്ട് നിന്നൊക്കെയാണ് പറിക്കുന്നത്. കിട്ടുന്നുണ്ടോ ശരണ്യ? എത്തുന്നില്ലേ? അന്ന് അച്ഛൻ തന്നെ പറിച്ചോളൂ. കിട്ടിയാ? എന്തേ? ആ
നമുക്ക് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്, ഇനിയും പറിക്കാനുണ്ട്. ഞാൻ മതിന്ന് പറഞ്ഞോണ്ട് നിർത്തിയതാ. അപ്പൊ നമുക്കിനി തോരൻ വെച്ചേക്കാം. ഇത് പുതിയ രീതിയിലാണോ തോരൻ വെക്കണത്? ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ആവുമെന്നറിയാം. സ്ഥിരം ചെയ്യണ പോലെ അല്ല. അല്ല ശരണ്യ, എന്തോ കോവക്കരിഞ്ഞ കോവയ്ക്ക അരിഞ്ഞോണ്ടിരിക്കുക. നമ്മളിന്ന് പുതിയ രീതിയിലാ വെക്കാൻ പോലെ. പുതിയ രീതിയിലാ? എന്നോട് പറഞ്ഞായിരുന്നല്ല പുതിയ രീതി അപ്പൊ വെക്കും. നമുക്ക് ഇത് അടിച്ചെടുത്ത് നോക്കിയാൽ ഈ കോവയ്ക്ക ഇതിന്റെ അകത്ത് ഇട്ടടിക്കാൻ പോണം. ഞാൻ ഓർക്കണ ഇതിലിട്ട് അടിച്ച ശരിയാവോ? എനിക്കറിയാമല്ലോ, ഇത് അരഞ്ഞു പോയല്ലേ ശരണ്യ. എന്നാ നോക്ക, അരച്ചിട്ട് കൂട്ടുകാരെ കാണിക്കാം. അതെ, എല്ലാവരും പരീക്ഷണല്ലേ? ഒന്ന് അടിക്കാം. ശരണ്യ, കൂട്ടുകാരോട് പറഞ്ഞ ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചാ? ഒന്നും ചെയ്തില്ല, വെറുതെ കോവക്കായിട്ട്. എന്നാ ഒന്ന് അടിച്ചേ. നമുക്കൊന്ന് അടിച്ചു നോക്കാം. അത് പോരാ, അതെന്നാണ്, അതായിട്ടില്ല. കണ്ട, ഒന്നുകൂടി അടിക്കാം അല്ലേ? ഒന്നും കൂടി അടിക്കാം. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് എനിക്ക് അറിയാൻ വേല. എന്നാലും അതിച്ച് കൂടിപ്പോയെന്നാ തോന്നണം. ഗ്യാസ് ഒന്ന് കത്തി, CNG അടിപൊളിയായിട്ടുണ്ടാവും അല്ലേ? കുട്ടികളെ ചെമ്പന്തി പോലെയായി പോയി. പരീക്ഷണം പാളിയാ? പരീക്ഷണം പാളിക്കോട്ടെ, നമ്മുടെ കൈ തന്നെയാ നമുക്ക് എപ്പോഴും നല്ലത്. ഒളിഞ്ഞു പോയല്ലേ? നടക്കത്തില്ല, കണ്ട ഈളപ്പ. അത് ആദ്യത്തെ ആ ഒറ്റൊരടിയില്ലേ, ആ ഒരടി മതിയായിരുന്നു. ഇത് കളയാനെ പറ്റി ചീറ്റിപ്പോയി. അതെന്താണ് എനിക്കറിയാം. ഇത് ഇത്ര ധൈര്യമായിട്ട് പരീക്ഷണം ചെയ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ? കാശ് കൊടുത്ത് മേടിച്ചതല്ലല്ല, പറിച്ചെടുത്ത് അച്ഛൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടല്ലേ ശരണ്യ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചത്. അവൻ ശരണ്യ പരീക്ഷണം തോറ്റുപോയ സങ്കടത്തിൽ അങ്ങനെ കൈകൊണ്ട് അരിയാൻ തീരുമാനിച്ചു. ആണെന്ന് തീരുമാനിച്ചല്ലേ? അപ്പൊ കൂട്ടുകാരെ, ഇതൊന്ന് ശരണ്യ ഇനി ഒന്ന് കൈകൊണ്ട് അരിഞ്ഞെടുക്കട്ടെ. ആ ചമ്മിയ മുഖം ഒന്ന് ഇങ്ങോട്ടൊന്ന് കാണിച്ച്. പിന്നെ ഒത്തിരി ഇങ്ങനെ നമ്മൾ ചെയ്താലല്ലേ അതിൽ നിന്ന് വിജയിക്കുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇനിയും പരീക്ഷണം തുടരും. ഇനി ഞാൻ വെള്ളം ഇല്ലാതെ ഉണക്കിയെടുത്തിട്ടേ ചെയ്ത് നോക്കും. അപ്പൊ ഒരു പണിയേ, ഈ കോവയ്ക്ക അങ്ങോട്ട് അരിഞ്ഞെടുക്ക്. ഞാൻ സഹായിക്കണം അരിയാൻ. എന്നാ ഞാൻ ക്യാമറ കൊണ്ട് വെച്ചും ഞാനും കൂടി അരിഞ്ഞു തരാം. ശരണ്യ, എന്താണ് തൂത്തു തുടച്ചൊക്കെ ഇടുന്നത്? കടുക് പൊട്ടി മേത്ത് വീണാ? കൊള്ളാം. കണ്ട, അങ്ങനെ കടുക് പൊട്ടി മേത്ത് വീണ് നമ്മുടെ ശരണ്യയുടെ. ഞാനില്ല, അതുകൊണ്ടാണ് ആ സംഭവിച്ചത്. ഞാൻ കണ്ട ഇപ്പം ആ ടൈമിന് എത്തി. ദൂരെ നിന്ന് അങ്ങോട്ട് വലിച്ചു എറിഞ്ഞങ്ങോട്ട് അല്ലേ? നമ്മുടെ അമ്മയാണെങ്കിൽ ആ നേരത്ത് തേങ്ങ ചിരണ്ടണല്ലേ, തോരൻ വെക്കാനുള്ള തേങ്ങ ചിരണ്ടണ്. പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഒത്തിരി ദൂരെ നിന്നാണ് ശരണ്യ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ചാറ് കറിയാ? എന്നാ ചാറ്? അതിനു വേണ്ടി ചെയ്യണം. ഞാനടുത്ത് മറ്റേ തോരനാണ്. അതേ കണ്ട, നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ. പേശക മീൻകറിയാണ്. എങ്ങനെയാണ് തലയാട്ടുന്നത്? നല്ലതാണ്. ശരണ്യയുടെ തലയാട്ട് കണ്ടാ മതി. അടിപൊളി മീൻകറിയാണെങ്കിൽ ശരണ്യ തല ഇങ്ങനെ ഇട്ടുണ്ട് ആട്ടും. ആണല്ലേ? അപ്പൊ അത് കാണുന്നില്ലല്ലോ, ഒരു മൂലക്ക് ഇച്ചിരിയല്ല. മോരിനല്ലേ, തക്കാളി ചാറ് വെച്ചിട്ടുണ്ടല്ലേ? പൈലാട്ട് ഒഴിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കോവക്കയുടെ വീഡിയോയിലേക്ക് പോകുന്നത്. അമ്മക്ക് പിന്നെ ഇനി തേങ്ങ ചിരണ്ടി കഴിഞ്ഞ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അമ്മ? പാക്കിങ്ങിലേക്ക് പോവുകയാണ്. പിന്നെ
കഴിക്കണം. കഴിഞ്ഞ് ബാക്കി അങ്ങനെ പറ. അല്ല, ഞാനോടത്ത് നേരിട്ട് ഇനി ചോറ് തിന്നാതെ ബാക്കി ഇങ്ങനെ പോകുമല്ലോ. ചോറുണ്ട് കഴിഞ്ഞ് ബാക്കി അപ്പൊ ഇതുകൂടി ഒന്ന് ആകട്ടെ. ആയി. ആയാ? ആയി. അപ്പൊ ഇനി എന്നാണ് ചെയ്യുന്നത്? ഇച്ചിരി മുളക് പൊടി ഇടും. എന്നിട്ട് എന്നിട്ട് കമത്തും. മുളക് പൊടിയിട്ട് ഇളക്കിയൊന്നുമില്ലേ? ഇടയ്ക്കിതേ കണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇളക്കി. അല്ല, ഇങ്ങനത്തെ വീഴുമ്പോ ഏതായാലും ഇളക്കും. എല്ലാം ചെന്നിയുടെ പെട്ടെന്നുള്ള പരിപാടിയാ. മുളക് പൊടി ഇടുക, ഇളക്കി എത്തുന്നില്ല. അവിടെ ഇടുക. അത് പറ പരിപാടി തീർക്കും. അപ്പൊ അത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ട, ഇപ്പോഴാണ് തക്കാളി ചാറായതല്ലേ? ആയിരുന്നു. വീണ്ടും എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. അമ്മ അത് മൂടിയും വെക്കുന്നുണ്ട്. ഈ നമ്മുടെ തോരന്. തോരൻ. ഇനി തോരനൊക്കെ വെക്കണം നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? കാണിച്ചിട്ടുണ്ട്. അന്നേരം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ പെരുന്നാൾ ഒക്കെയാണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസ നേരുന്നു. പിന്നെ ശനിയാഴ്ച ഒരു പ്രത്യേകതയുണ്ട്. അത് പറയരുത്. പറയത്തില്ല. അത് ശനിയാഴ്ച കാണിച്ചു. ശനിയാഴ്ച ഒരു അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് അല്ലേ? അത് പറയരുത്. പറയത്തില്ല. അത് കൂട്ടുകാരോട് ഇപ്പോഴേ പറയുന്നില്ല. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെ. അപ്പൊ നമ്മുടെ അച്ഛനെ മാത്രം ഇന്ന് അധികം ഒന്നും കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. അച്ഛൻ തിരക്കാണ്, ഇപ്പോഴും പാക്കിങ്ങിലാണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ, നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.